ബി.ജെ.പി. സമാന്തര കമ്മിറ്റിയായി കൊല്ലത്ത് പ്രവർത്തിക്കുന്ന അടൽജി ഫൗണ്ടേഷൻ വി മുരളീധര സുരേന്ദ്രൻ പക്ഷത്തെ തകർത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം പ്രതീക്ഷിച്ച മുൻ ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാറിനെ മേഖലാ പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത് മൂലയിലാക്കി. അടൽജി ഫൗണ്ടേഷനുമായുള്ള ബന്ധം വിട്ട എം.എസ്. ശ്യാംകുമാറും തഴയപ്പെട്ടു. ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ കൊല്ലം ജില്ലയിൽ ബി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷത്തെ വെട്ടിനിരത്തി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ കൃഷ്ണദാസ് കോമ്പിനേഷൻ. സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഒന്ന് ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനമൊഴിഞ്ഞ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാറിനെ തഴഞ്ഞു. പകരം പാർട്ടിക്കുള്ളിൽ അധികാരമില്ലാത്ത മേഖലാ പ്രസിഡന്റ് സ്ഥാനം നൽകി ഒതുക്കി. അവഗണിച്ച ശേഷം വെച്ച് നീട്ടിയ മേഖലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കേണ്ടെന്ന് അനുയായികൾ ഗോപകുമാറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗോപകുമാർ സ്ഥാനമേൽക്കാനാണ് സാധ്യത. കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ കൊല്ലത്ത് നിന്ന് എം.എസ്. ശ്യാംകുമാർ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പ്രസിഡന്റായി കെ സുരേന്ദ്രൻ ചുമതല നിർവഹിക്കവേ രാജീവ് പ്രസാദ് കൊല്ലത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് ആരും തന്നെ സംസ്ഥാന ഭാരവാഹികളുടെ കൂട്ടത്തിൽ ഇല്ല. ഇക്കുറി എം.എസ്. ശ്യാംകുമാറും സംസ്ഥാന ഭാരവാഹിയാകുമെന്ന് കരുതിയിരുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ ബി.ജെ.പി. വിവിധ പക്ഷക്കാരുടെ കൂട്ടായ്മയായ അടൽജി ഫൗണ്ടേഷനുമായുള്ള ബന്ധം പൂർണ്ണമായും അദ്ദേഹം ഇല്ലാതാക്കി രാജീവ് ചന്ദ്രശേഖരൻ വിഭാഗത്തിനൊപ്പം ശ്യാംകുമാർ കൂടിയിരുന്നു. എന്നിട്ടും തഴയപ്പെട്ടു. അടൽജി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുൻ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഗോപകുമാറിനെതിരെ പുതിയ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതായും സൂചനയുണ്ട്. അതേസമയം രാജീവ് ചന്ദ്രശേഖരന്റെ കോർപ്പറേറ്റ് ഭരണത്തിൽ പതിറ്റാണ്ടുകളായി ബി.ജെ.പിക്ക് വേണ്ടി വെള്ളം കോരിയിരുന്നവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.